എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നാണ് നമ്മുടെ നന്ദുവിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. അപ്പോൾ കോടതിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് നവ്യയും നയനയും. അന്നേരം വളരെ വിഷമത്തോടെ കനക പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അനിയത്തിയെ ഒന്ന് ഉപദേശിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇനി ഇടപെടരുത്. കണ്ണടയ്ക്കേണ്ട സ്ഥലങ്ങളിൽ കണ്ണടയ്ക്കുക തന്നെ വേണമെന്ന് ഉപദേശിക്കണം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്, എല്ലാ കാര്യത്തിലും പോയി ഇടപെട്ടത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനൊരു ഗതി വന്നത് എന്നൊക്കെ കനക പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതിന് അവൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അമ്മേ, ഇന്ന് അവൾ ചെയ്തത് നല്ല കാര്യമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാലം വേറെയാണ് എന്നൊക്കെ വളരെ വിഷമത്തോടെ കനക പറയുമ്പം അമ്മ വിഷമിക്കേണ്ട, ഏതായാലും അവൾക്ക് ഇന്ന് ജാമ്യം കിട്ടും, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നയനയും നവ്യയും കൂടെ അവിടെ നിന്ന് പോരുവാണ്. അന്നേരവും വിഷമിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന കനകയെ കാണിക്കുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ കനകയെ ഉപദേശിക്കുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നീ പേടിക്കണ്ട, നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവൾ SI ആയാലും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ നിന്നോട് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോഴും വിഷമമാട്ടോ കനകയ്ക്ക്. ഏതായാലും ഈ സമയം നന്ദുവിനെ ജയിലിലേക്ക് വിടുന്നത് കാണാനായിട്ട് നമ്മുടെ വേണു കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ കണ്ട ഒരു വക്കീലിനോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, എൻ്റെ മകളെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു, അതിനുശേഷം മൊത്തം നാണക്കേടാ, വല്ല ആണുങ്ങളാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, ഇത് ഒന്നാന്തരം പെങ്കൊച്ചല്ലേ നടുറോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി ഇങ്ങനെ കേസൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് എന്നൊക്കെ പറയുവാണ്. അന്നേരമാണ് അങ്ങോട്ടേക്ക് നവ്യ നയനെ ഇറങ്ങി വന്നെ. അന്നേരം ആ വക്കീലിനോട് പറയുന്നുണ്ട്, ആ പ്രതിയുടെ ചേച്ചിമാർ അതേ വരുന്നേ എന്ന്. എന്നിട്ട് ആ വക്കീൽ അങ്ങ് പോവും. അന്നേരം വേണു ഇവരുടെ അടുത്തേക്ക് വരുമ്പം പറയുന്നുണ്ട്, ഇന്ന് നന്ദുവിന് ജാമ്യം കിട്ടി രക്ഷപ്പെടുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ, അവളെ ശിക്ഷിക്കുന്ന കാണാനായിരിക്കും വന്നത് അല്ലേ എന്ന് നോക്കി. അന്നേരം ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുകയില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം കേട്ടോ, ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പം നയന ചോദിക്കുവാണ്, എങ്കിൽ നന്ദുവിന് വേണ്ടി ഒന്ന് വാദിച്ച് അവളെ ഒന്ന് രക്ഷപ്പെടുത്താവോ എന്ന് ചോദിക്കും. അന്നേരം വേണു പറയുന്നുണ്ട്, അതിന് ഞാൻ വക്കീലല്ലോ രക്ഷപ്പെടുത്താൻ, അങ്ങനെ ചെയ്യാനും പറ്റില്ലല്ലോ, നിങ്ങളുടെ അനിയത്തിക്ക് വേണ്ടി വാദിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, അവരെ സ്വാധീനിക്കാനൊന്നും കഴിയില്ല എന്ന് വേണു പറയുമ്പം നയന പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് നന്ദുവിന് ശിക്ഷ കിട്ടി അവൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരാകുന്ന ഒരാൾ പോലും മനസ്സമാധാനത്തോടെ പിന്നെ കിടന്ന് ഉറങ്ങിയില്ല എന്ന് നയന പറയുമ്പം വേണു ചോദിക്കുന്നുണ്ട്, ഇതെന്താ കൊച്ചെ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവളിപ്പോൾ ജയിലിലോട്ട് പോകാൻ പോണേ എന്ന് ചോദിക്കുവാണ്. അന്നേക്കും പോലീസ് ജീപ്പ് വരുന്നു. പോലീസ് ജീപ്പിൽ നിന്ന് നന്ദു ഇറങ്ങി വരുന്നത് വളരെ വിഷമത്തോടെയാണ്. പിന്നെ കാണിക്കുന്നത് വളരെ സന്തോഷമുള്ള കുറച്ച് സീനുകളാണ്. നമ്മുടെ നയനയ്ക്കൊരു അവാർഡ് കിട്ടുന്നുണ്ട്. ആ അവാർഡ് മേടിക്കാൻ വേണ്ടി നയന ചെല്ലുമ്പോൾ അവിടെ അവാർഡ് ദാനം ചെയ്യാനായിട്ട് വന്നേക്കുന്ന വിശിഷ്ട അതിഥി നമ്മുടെ ദേവയാനിയാണ്. ആ സ്റ്റേജിൽ വെച്ച് ദേവയാനിയോട് നയന പറയുവാണ്, അമ്മേ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ അമ്മയ്ക്കിപ്പം ജീവന് തുല്യം സ്നേഹമാണെന്നും അവളെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഏതായാലും ആ സന്തോഷത്തോടെ തന്നെ ദേവയാനി നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുവാണ്, മോളെ ഞാൻ നിൻ്റെ മുമ്പിൽ, നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയി എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഇല്ല അമ്മ ഒരിടത്തും തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് നയനയ്ക്ക് ദേവയാനി തന്നെ അവാർഡ് കൊടുക്കുന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ആ വേദി വിട്ട് പോരുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഇനി അടുത്ത ആഴ്ചയായിരിക്കും. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങൾ.